ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ വീണ്ടും നമ്മളുടെ ആദ്യത്തെ വീഡിയോയുടെ ബാക്കിയായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്. അതായത് നമ്മളുടെ കൊടൈക്കനാൽ ഒരു വ്ളോഗ് ഇട്ടിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യത്തെ വ്ളോഗ് കാണാത്തവർ അതൊന്ന് ജസ്റ്റ് പോയി കാണുക. അപ്പോൾ കൊടൈക്കനാലിലെ വിശേഷങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് ഇറങ്ങുന്നതും പിന്നെ അതിനുശേഷം പോകുന്ന സ്ഥലങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്തായാലും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കാണാം കേട്ടോ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് തരണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ 2 ദിവസം മൊത്തം കൊടൈക്കനാൽ ഒന്ന് അടിച്ചു പൊളിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചുരം ഇറങ്ങുന്നത്. ഇനി നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് പോകുന്നത് പളനിയാണ് കേട്ടോ. ഇവിടെ നിന്നൊരു ഓൾമോസ്റ്റ് ഒരു 70 കിലോമീറ്റേഴ്സ് ഉണ്ട് പളനി. അപ്പോൾ നമ്മൾ പോകുന്ന വഴി തന്നെയാണ്. നമ്മൾ പളനിയിൽ ഒരു റൂം ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ കൊടൈക്കനാലിൽ നിന്ന് ഇറങ്ങുന്നത്. ഇൻ കേസ് നമുക്ക് ഈ സ്റ്റേ ആണല്ലോ ഏറ്റവും ഭയങ്കര ഒരുപാട്. അപ്പോൾ അതിപ്പോൾ ഓൺലൈൻ ഒരുപാട് ആപ്സ് ഉണ്ട്, നമുക്ക് ഓൺലൈനൊക്കെ ചെയ്യാം. പക്ഷേ ഇത് നമുക്ക് അറിയാവുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വിളിച്ച് അഡ്വാൻസ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഓക്കെ ആക്കി സെറ്റാക്കിയിട്ടാണ് കൊടൈക്കനാലിൽ നിന്ന് തിരിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും അതായത് ഒരു ഉച്ച ടൈമാണ് കേട്ടോ. നല്ല കോടയാണ് അപ്പോഴും. അപ്പോൾ എന്തോ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ ഒരു കൊടൈക്കനാൽ ചുരം ഇറങ്ങിയപ്പോഴത്തേക്കും. എന്ന് വെച്ചാൽ നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു അറ്റ്മോസ്ഫിയർ, വൈബ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ ചുരം ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഭയങ്കര മനസ്സിലൊരു വിഷമമുണ്ട് കേട്ടോ. ഇനി എന്നാണ് ഇനി തിരിച്ച് ഇങ്ങോട്ടൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത്, അതായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിൽ. നമ്മളവിടുന്ന് അതായത് കൊടൈക്കനാലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 10:30 ആ റേഞ്ചായി, 10:30-11 മണി റേഞ്ചായി കേട്ടോ. അപ്പോൾ അതിനുശേഷം ഒരു ഉച്ചയോടെ കൂടിയാണ്, ഒരു 1-1:30 ആ ഒരു ടൈമിലാണ് നമ്മൾ പളനി എത്തുന്നത്. അപ്പം സ്ട്രെയിറ്റ് റോഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും കെയർ ചെയ്താട്ടോ നമ്മൾ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ പോകുന്ന വഴിയൊക്കെ ഒരുപാട് വണ്ടികൾ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്നതും റോഡും ചെറുതായിട്ട് ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ചുരമൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന വഴിക്ക് നമുക്ക് ഈ ചുരം ഇറങ്ങുമ്പോൾ തന്നെ ഒരു ലൊക്കേഷൻ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും വന്നതല്ലേ അവിടെ നിന്ന് പാർക്ക് ചെയ്ത് കുറേ നേരമായിട്ട് ഇരിക്കുന്നുണ്ട്. അച്ഛൻ്റെ അമ്മയുടെ കാലിനൊക്കെ ഒരു ചെറിയ പെരുപ്പ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനായിട്ട് നമ്മൾ കുറേ സൈറ്റ് സീയിങ് ഏരിയാസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് കുറേ മയിലിൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഓരോ മരത്തിലും മയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ റോഡിലും ഒക്കെ സൈഡിലൊക്കെ മയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു വ്യൂ ആയിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് വീണ്ടും തിരിച്ചു. അങ്ങനെ നമ്മളെ പളനി എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു 1 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പളനി റീച്ച് ചെയ്ത്. നമ്മളുടെ ഹോട്ടലാണിത്, നക്ഷത്ര റോയൽ സ്റ്റേ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. നല്ല അടിപൊളി സൂപ്പർ എന്നൊക്കെ പറയത്തില്ല, അതേപോലെ നല്ല കിടുക്കാച്ചി ഒരു ഹോട്ടലാണ്. ഈ ഹോട്ടലിൽ നിന്ന് നമുക്ക് നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ പളനിയിലേക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഹോട്ടൽ ചൂസ് ചെയ്യുന്നത് കേട്ടോ. അകത്തെ ആംബിയൻസും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ്. റെസ്റ്റോറൻറ്റ് എല്ലാം ഉണ്ട് കേട്ടോ. तू मेरा कोई ना हो के भी कुछ लागे, तू मेरा ഓൾറെഡി നമ്മൾ റൂമെല്ലാം ഒന്ന് അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്തിട്ടായിരുന്നു വന്നത്. അപ്പോൾ അതുകൊണ്ട് എന്നാലും നമുക്ക് ആ റൂം ഒന്ന് ആദ്യം ഒന്ന് കണ്ടിട്ട് വേണം ബാക്കി പേയ്മെൻറ്റ് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ എപ്പോഴും അങ്ങനെയാണ്, ആദ്യം പോയി റൂമൊക്കെ ഒന്ന് കാണും. ചില സമയങ്ങളിൽ ഇങ്ങനെ റൂം കാണുമ്പോൾ നമുക്ക് മറ്റേ റൂം വേണം അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ അവർ ചേഞ്ച് ചെയ്തൊക്കെ തരാറുണ്ട്. പക്ഷേ ഈ റൂമിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല കിടുക്കാച്ച റൂമാണ്, ഒന്നും പറയാനില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വണ്ണാണ് നമ്മളുടെ ബാത്റൂം. അപ്പം ബാത്റൂം ആയിരുന്നു കേട്ടോ അടിപൊളി. എന്നാൽ റൂം അടിപൊളിയാണെന്ന് ചോദിച്ചാൽ അതിലും അടിപൊളിയാണ് കേട്ടോ. റൂമിനോടൊപ്പം തന്നെ ബാത്റൂമിന് ഒരുപാട് പ്രാധാന്യം ഞാൻ കൊടുക്കും. എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല, എങ്കിലും നമ്മളെല്ലാവരും ബാത്റൂം കൂടെ എപ്പോഴും ചെക്ക് ചെയ്യില്ലല്ലേ. അപ്പോൾ അടിപൊളി കിടക്കാച്ചി ഒരു ബാത്റൂം ആയിരുന്നു കേട്ടോ. കണ്ടപ്പോൾ എനിക്ക് തോന്നി നമ്മൾ വേറൊരു വീട് വെക്കുകയാണെങ്കിൽ എന്തായാലും ഇതിനൊക്കെ ഒരു പണിയാണ് എന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലൂടെ കടന്നു പോയത്. അങ്ങനെ ആ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ രണ്ടാമത് ബുക്ക് ചെയ്ത റൂമുണ്ട്. 2 റൂമാണ് ബുക്ക് ചെയ്തല്ലോ. അപ്പോൾ ആ റൂമും കൂടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്കിൾ പറയുന്നുണ്ട് എല്ലാ റൂമും ഒരേ ഇതാണ്, ഒരു മാറ്റമില്ല, അതേപോലെയാണെന്ന് കേട്ടോ. പറഞ്ഞ കണക്ക് തന്നെ ഒരു മാറ്റവും ഇല്ല. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഫേസ് ചെയ്ത് നിൽക്കുന്നതേ ഉള്ളൂ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, എങ്കിലും കറക്റ്റ് അതേപോലെയാണ് കേട്ടോ. എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ, ഭയങ്കര അടിപൊളി സൂപ്പർ, ഒന്നും പറയാനില്ല. ആ റൂമിനെയും ബാത്റൂമിനെയും പറ്റി നമുക്കൊന്നും പറയാനില്ല കേട്ടോ, അത്ര ഭംഗിയായിരുന്നു. അങ്ങനെ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയ ഒരു കാര്യം എന്ന് ഞാൻ പറയട്ടെ. ഇതിൻ്റെ റെൻ്റ് എത്ര ആണ്, ഇതിൻ്റെ ചാർജ് എങ്ങനെയാണ് പെർ ഡേ എന്നുള്ളതൊക്കെയല്ലേ നിങ്ങളിപ്പോൾ ചിന്തിച്ചത്. ഇതിൻ്റെ റെൻറ്റ് വരുന്നതെന്ന് വെച്ചാൽ 3700 ആണ് കേട്ടോ. പെർ ഡേ 3700 ആയിരുന്നു. അങ്ങനെ നമ്മൾ പളനിയിലേക്ക് പോവുകയാണ്. അപ്പോൾ പളനിയിലേക്ക് പോകുന്നതിന് മുന്നേ ഒന്ന് ഫ്രഷായി ഒന്ന് കുളിച്ച് റെഡിയായി വേറെ ഡ്രസ്സൊക്കെ ഇട്ട് പോവുകയാണ്. പക്ഷേ പളനിയിലോട്ട് നമുക്ക് ഫോൺ അലൗഡ് അല്ല കേട്ടോ. നമുക്ക് ഒന്നെങ്കിൽ റൂമിൽ വെക്കണം, അല്ലെങ്കിൽ പിന്നെ പളനിയിൽ എത്തിയതിന് ശേഷം ഫോൺ അവിടെ കൗണ്ടറിൽ കൊടുത്തിട്ടൊക്കെ പോകണം. അതുകൊണ്ട് പിന്നെ
നമ്മൾ ആരും തന്നെ ഫോണൊന്നും എടുത്തില്ല കേട്ടോ. ഞാൻ ബാത്റൂമിൽ വീണ്ടും വന്നതാണ്ട് ഒരുങ്ങിയതിന് ശേഷം നോക്കും ഇതിനകത്തൊക്കെ എന്ത് സാധനം ഇരിക്കുന്നതെന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. അതിനകത്ത് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്, പേസ്റ്റും ബ്രഷും ഷാമ്പു ഉൾപ്പെടെ എല്ലാം ഉണ്ട് കേട്ടോ. ബാത്റൂമിൽ അത് പ്രൊവൈഡഡ് ആണ്. അങ്ങനെ പളനിയിലേക്ക് പോവാണ്. നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഫോണും കാര്യങ്ങളും എല്ലാം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ പോയിട്ട് തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. നമ്മൾ പളനി പോയതിന് വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അതാണ് രാത്രി ആയിരിക്കുന്നത് കേട്ടോ. അത് പളനി ചെല്ലണമെങ്കിൽ ഈ ഒരു ഹോട്ടലിൽ നിന്ന് ജസ്റ്റ് ഒന്ന് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ തന്നെ പളനിയിലേക്ക് പോകാനുള്ള ഇലക്ട്രിക് വാൻ കിട്ടും. ഫ്രീ ആണ്, ഗവൺമെൻറ്റിൻ്റെ ആണ് കേട്ടോ. അതിനകത്ത് കയറുക, പളനിയുടെ ആ ഒരു ഗ്രൗണ്ടിൽ കൊണ്ട് വാൻ ഇറക്കിയിട്ട് തിരിച്ചു പോകും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പിന്നെ മുട്ടയടിക്കേണ്ടവർക്ക് മുട്ടയടിക്കാം. അവിടെ അതാണല്ലോ അവിടുത്തെ നേർച്ച, മുട്ടയടിക്കുന്നതാണ് കേട്ടോ. അതാണ് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ക്യൂട്ട് മുട്ടേനെ കണ്ടില്ല, അതെൻ്റെ ഹസ്ബൻഡാണ്. ആരും തിരിച്ചറിയുന്നില്ല മുട്ടയടിച്ചതിന് ശേഷം കേട്ടോ. അപ്പം മോൻ അയ്യെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു നമ്മളങ്ങനെ കളിയാക്കിയൂടെ, ഇതൊരു നേർച്ചയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ മോന് പിടികിട്ടി. അപ്പം പുള്ളിക്കാരൻ എനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നേർച്ച എടുത്തത്. അപ്പോൾ അവിടെ പോയി മുട്ടയൊക്കെ അടിച്ച് നമ്മൾ എത്രയാണ്, ഞാൻ 1001 പടിയെന്നാണ് ഞാൻ അവിടെ വിചാരിച്ചിരുന്നത്. അപ്പം നമ്മൾ ആദ്യം നെറ്റിലൊക്കെ നോക്കുമ്പോൾ 697 പടികൾ കയറിയിട്ടാണ് ആ അമ്പലം എത്തുന്നത്. അപ്പം എനിക്ക് പക്ഷേ തോന്നിയില്ല, അവിടെ 900 സംതിങ് പടി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1000 പടി ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇതിനകത്ത് ഏതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ അത്രയും പടിയും കയറിയിട്ടാണ് നമ്മൾ ഭഗവാനെ കാണുന്നത് കേട്ടോ. ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു, ഭയങ്കര സന്തോഷമുള്ളൊരു സമയമായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവിടെ റോപ്പ് വേ ഉള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ. പടി കയറാൻ പറ്റാത്തവർക്ക് റോപ്പ് വേ ഉണ്ട്, അതിനകത്ത് സുഖമായിട്ട് കയറുക. 50 രൂപ കണ്ടാണ് പാസ്, അത് കയറുക. നമുക്ക് ഡയറക്റ്റ് അവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇറക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കയറുന്നതിനേയും കാട്ടി എനിക്ക് പടി കയറി ഒന്ന് ക്ഷീണിച്ചൊക്കെ ഒന്ന് ഭഗവാനെ കാണുന്നതാണ് എപ്പോഴും ഒരു സന്തോഷം എന്നെനിക്ക് തോന്നി കേട്ടോ. അതുകൊണ്ട് എല്ലാവരും പടി കയറി, കാല് വയ്യാത്ത അമ്മ അച്ഛനും ഉൾപ്പെടെ. നമ്മൾ പക്ഷേ ആ ഒരു എഫേർട്ട് അറിയത്തില്ല കേട്ടോ. അത്രയും നമുക്ക് സന്തോഷമായിരുന്നു ആ ഒരു മൊമെൻറ്റ്. അങ്ങനെ അവിടെ എല്ലാം കണ്ട് പളനിയിലെ പായസമൊക്കെ കിട്ടി ഒക്കെയാണ് തിരിച്ചിതാ വന്നിട്ടാണ് നമ്മൾ നൈറ്റ് ഡിന്നർ കഴിക്കുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ഹോട്ടലിൽ തന്നെ എന്താണ് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് ഗീ റോസ്റ്റ് ആയിരിക്കും കേട്ടോ. ഗീ റോസ്റ്റും ചപ്പാത്തിയിലൊക്കെയാണ് എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ചോറൊക്കെ എനിക്ക് നമ്മളെ കേരളം വിട്ടാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഗീ റോസ്റ്റ് ആണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. റേറ്റും അതുപോലെ സൂപ്പറായിരുന്നു. നമ്മൾ നോർമലി ഫുഡിനെയും കാട്ടി നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ ആദ്യം തന്നെ കുളിച്ച് റെഡിയാവും. ഞാനും അമ്മയാണ് കേട്ടോ എപ്പോഴും റെഡിയാവുന്നത്. ബാക്കി എല്ലാവരും അവിടെ ഇവിടെ കിടന്ന് ഉറക്കമായിരിക്കും. എന്തോ നമുക്ക് ടൈം ആയി കഴിഞ്ഞാൽ അപ്പോഴേ എണീക്കണം. അങ്ങനെ ഞാൻ കുളിച്ചൊന്ന് ഫ്രഷ് ആയതിന് ശേഷം മുടിയൊക്കെ ഉണക്കിയതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. മുഖമൊക്കെ കണ്ടില്ലേ ഉറങ്ങി തകർത്തതിൻ്റെ എന്ന് വെച്ചാൽ അത്രയും പടികൾ കയറിയിട്ട് വന്ന് കിടക്കുമ്പോൾ ഉണ്ടല്ലോ കാലൊക്കെ നല്ല പെരുപ്പായിരിക്കും, നല്ല ക്ഷീണമായിരിക്കും കേട്ടോ. നമ്മൾ അതേപോലെ ഉറങ്ങിപ്പോകും. അത് അടിപൊളി കിടുക്കാച്ചി ഒരു ഉറക്കം കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് നിൽക്കുകയാണ്. ഇനി ബാക്കി എല്ലാവരും റെഡിയാകുന്ന ടൈം കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതെല്ലാം ഒന്ന് ഒതുക്കി നമ്മൾ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെക്കണം. നമുക്ക് ചെക്കൗട്ട് ടൈം ആയി വരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒന്ന് അടുക്കി റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പം എന്ന് വെച്ചാൽ നമുക്ക് തന്ന റൂം അതേ കണക്ക് തന്നെ തിരിച്ചു കൊടുക്കണമല്ലോ. അതുകൊണ്ട് എല്ലാം ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കി ഇടുവാണേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ ചെക്കൗട്ട് ടൈം ആണ്. അപ്പോൾ അതിന് ശേഷം എന്താണ്ട് എല്ലാം നമ്മളെടുത്ത് പാക്ക് ചെയ്ത് ഇറങ്ങുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഡേ ആയിട്ടുണ്ടല്ലോ.
അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കാറിൽ നിന്ന് പറയും, ഓ ഇനിയിപ്പോൾ രാത്രി ചെല്ലും, അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ വീണ്ടും താണ്ട വർക്കിലോട്ട് പോവും. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇതൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഇത്രയും ദിവസം ഒരു 4-5 ദിവസം നമ്മൾ അടിച്ചു പൊളിച്ചു. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മളുടെ ലൈഫിൽ ഇതേണൊക്കെ എന്തെങ്കിലുമൊക്കെ യാത്ര എപ്പോഴും പോകണം കേട്ടോ. നമ്മളുടെ ഒരു സാഹചര്യവും നമ്മുടെ ഫിനാൻഷ്യലൊക്കെ നോക്കിയിട്ട് പറ്റുന്ന യാത്രകൾ എല്ലാവരും പോകാൻ ശ്രമിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് കൊല്ലത്തേക്കുള്ള യാത്രയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന ആ ഒരു കുമിളി റൂട്ടുണ്ടല്ലോ, ആ ഒരു റൂട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ തിരിച്ചും ഓടുന്നത്. എന്ന് വെച്ചാൽ അവിടെ ഒരു ഗ്രേപ്സിൻ്റെ ഒരു ഗാർഡൻ ഉണ്ട്, ഒരു തോട്ടമുണ്ട്. അപ്പോൾ അവിടെ കയറി കുറച്ച് ഗ്രേപ്സ് ഒക്കെ മേടിക്കണം. ഞാൻ ഇതുവരെയും പോയിട്ടില്ല കേട്ടോ. നമ്മൾ എപ്പോഴും അതുവഴി പോകുന്നെങ്കിലും ഈ ടൂറൊക്കെ പോകുമ്പോഴും മിക്കവാറും ഒക്കെ നമ്മൾ കുമിളി വഴി ആയിരിക്കും, എങ്കിലും നമ്മൾ കയറിയിട്ടില്ല. അതുകൊണ്ട് അവിടെ മസ്റ്റായിട്ട് ഞാൻ കയറുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് ആ ഒരു റൂട്ടിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ പോകുന്ന വഴി വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കാണാനൊന്നും പറ്റിയില്ല, അത്ര റോഡ് ബ്ലോക്ക് ആയിരുന്നു. ഒരു 1 ഹവറോളം നമ്മൾ റോഡ് ബ്ലോക്കായി ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരു ചെറിയ റൂട്ടുണ്ടെന്നും പറഞ്ഞ്, റോഡുണ്ടോ എന്ന് ചോദിച്ചാൽ ആ റൂട്ട് കുറച്ച് സമയത്തേക്ക് റോഡൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇടയ്ക്കൂടുള്ള ഒരു ചെറിയ റോഡ് വഴിയാണ് നമ്മൾ ലൊക്കേഷൻ കുമിളിയൊക്കെ ഇട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എത്താറാവുന്നതിന് മുന്നേ നമുക്ക് കാണാൻ പറ്റും കുറേ മുന്തിരിത്തോട്ടങ്ങളാണ് കേട്ടോ. ഒരുപാട് ഏക്കർ കണക്കിനാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ നോക്കുമ്പോൾ ഒക്കെ നല്ല ഗ്രീൻ ഗ്രേപ്സ് ആണ് കേട്ടോ. നമ്മളൊരു വയലറ്റ് ആ ഒരു പർപ്പിൾ ഷെയ്ഡ് ഗ്രേപ്സ് ആണല്ലോ പ്രതീക്ഷിച്ച് ചെല്ലുന്നത്. അപ്പോൾ നല്ല ഗ്രീൻ ഗ്രേപ്സ് ആയിരുന്നു. പക്ഷേ ഇൻസൈഡ് നമ്മൾ നടന്ന് അങ്ങനെ നീങ്ങാനുണ്ട് കേട്ടോ. ഇൻസൈഡ് പോകും തോറും ഈ പർപ്പിൾ കളർ ഷെയ്ഡ് ഉള്ള ആ ഗ്രേപ്സ് നല്ല പഴുത്ത് ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ അത് പിച്ചാൻ പാടില്ല, ഫൈനുണ്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഗ്രേപ്സ് പിച്ചാൻ നമുക്കൊരു അവസരം കിട്ടി കേട്ടോ. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ പഴുത്ത ഗ്രേപ്സ് നോക്കി പിച്ചുന്ന കുറേ ആൻറ്റിമാരും അമ്മമാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഞാനൊന്ന് പിച്ചിക്കോട്ടെ എന്ന് ചോദിച്ചേട്ടാ. ഓ പിന്നെന്താ, അവരുടെ ജോലി കുറഞ്ഞ കണക്കാണ്. അവരപ്പോഴേ സാധനം എടുത്ത് കൈ തന്നെ കേട്ടോ. പിച്ചിക്കോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്ത്. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ട് നല്ല സൂപ്പർ നല്ല ഫ്രഷ് മുന്തിരി അങ്ങനെ പിച്ചാനുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. കഴിച്ചിട്ടില്ല. അപ്പോൾ കഴിക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഗ്രേപ്സിൻ്റെ കുറേ ഫ്രഷ് ജ്യൂസ് കാര്യങ്ങൾ ഒക്കെ കിട്ടും കേട്ടോ അവിടെ. അപ്പം കുറേ ഗ്രേപ്സിൻ്റെ തന്നെ അച്ചാർ, അതേപോലെ പല പല ഐറ്റംസ് ഉണ്ട് കേട്ടോ. അങ്ങനെ അതും എല്ലാം കുറേ അധികം കളക്ട് ചെയ്ത് ഇറങ്ങി വന്നപ്പോഴാണ് നമ്മൾ സ്പിൻ ചെയ്ത് വിൻ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലേ നടക്കുന്നത് കേട്ടോ അവിടെ. അപ്പം സ്പിൻ ചെയ്യാനായിട്ട് ആദ്യം മോനും എന്തായാലും ഹസ്ബൻഡും കൂടെ രണ്ടുപേരും കൂടെ തകർത്ത് സ്പിൻ ചെയ്യാൻ തുടങ്ങി കേട്ടോ. 40 രൂപയും കണ്ടാണ്. പക്ഷേ സ്പിന്നിങ്ങിൻ്റെ ആക്കായിരുന്നു കേട്ടോ നഷ്ടം. എന്ന് വെച്ചാൽ ഓരോന്നിനും ഓരോ പ്രൈസ് തരേണ്ടി വന്ന്. ബെറ്റർ ലക്ക് ഞങ്ങൾക്ക് വന്നതേ ഇല്ല കേട്ടോ. ക്യാഷും അതേപോലെ 30 രൂപയും 20 രൂപയും ക്യാഷും അടിച്ച് അതേപോലെ ഒരു ഗിഫ്റ്റും ഒക്കെ കിട്ടിയിട്ടാണ് കേട്ടോ തിരിച്ചിറങ്ങുന്നത്. നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ടൈമായി കേട്ടോ. കഴിച്ചിട്ടേ ഇല്ല. നമ്മൾ വരുന്ന വഴി കഴിക്കാനൊക്കെ നോക്കി, പക്ഷേ നല്ല ഹോട്ടൽസ് ഒന്നും ഇല്ല. ഈ ഗ്രേപ്സിൻ്റെ ഗാർഡൻ്റെ തൊട്ടടുത്ത് തന്നെ 2 ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഫുഡ് വെച്ചിരിക്കുന്ന കണ്ടാൽ നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ല കേട്ടോ. എല്ലാവരും കഴിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് പിന്നെ അവിടെ നിന്ന് കഴിക്കാൻ തോന്നാതെ നമ്മൾ ഇറങ്ങുമായിരുന്നു. പിന്നെ കയ്യിലുള്ള സ്നാക്സ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കുറേ അധികം ഓടി കുമ്മളി തേക്കടി ആ ഒരു റേഞ്ച് എത്തിയപ്പോഴാണ് നമ്മളൊരു സിറ്റി പോലെ ഒരു ടൗൺ പോലെ കുറച്ച് കടകളും ഒക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ നല്ലൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു, കൊമ്പൻ എന്നായിരുന്നു പേര് കേട്ടോ. ആ പേര് നമ്മൾ പെട്ടെന്ന് നോട്ട് ചെയ്യേ. അങ്ങനെ അവിടെ കയറി ഫുഡൊക്കെ നോക്കി ഓർഡർ ചെയ്ത് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും ദിവസം നമ്മൾ ടൂർ പോയെങ്കിലും നല്ല സൂപ്പർ ഫുഡെന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ. അങ്ങനെ വിശപ്പിൻ്റെ കാഠിന്യം കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ വലുതായിട്ട് ഷൂട്ട് ചെയ്യാൻ നിന്നില്ല. വന്ന ഉടനെ ഞാൻ വെട്ടി പിഴുങ്ങാന്നൊക്കെ പറയത്തില്ല, അങ്ങനെ ആർത്തി പിടിച്ച് എന്തൊക്കെയൊക്കെ വാരി വലിച്ചകത്താക്കിയപ്പോഴാണ് അയ്യോ ഇത് കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ വീഡിയോ എടുക്കുന്നത് എന്നിങ്ങനെ ആലോചിച്ച് കേട്ടോ. അതിന് നല്ല നൂഡിൽസ് ആയിരുന്നു, അടിപൊളി നൂഡിൽസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ തിരിച്ച് കൊല്ലത്തേക്കുള്ള യാത്രയാണ് കേട്ടോ. ആ സ്ട്രെയിറ്റ് ഇനി കൊല്ലത്തേക്കാണ്, ഇനി വേറെ എവിടെയും വണ്ടി നിർത്തത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ കയറുന്നത്. എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് നമുക്ക് തിരിച്ച് വീട്ടിലെത്തുക, അങ്ങ് ഇരുട്ടുന്നതിന് മുന്നേ വീട്ടിൽ എത്തുക കേട്ടോ. പക്ഷെ നല്ല നല്ല സീനറീസ് ആണ്. പോകുന്ന വഴിക്കൊക്കെ അടിപൊളി വ്യൂസും ഒക്കെ കണ്ട് നമ്മൾ കുറേ അധികം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിൽ കുറച്ച് വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. ടൂറ് തീരുവാണല്ലോ, ഇനി എന്നാണ് നമ്മൾ ഇനി ഇങ്ങനെ ഒന്ന് പോകുന്നത് എന്നൊക്കെ വിചാരിച്ചാണ് ഈ ഒരു പോക്ക് പോകുന്നത് കേട്ടോ. കിളിയാറിൻ പടവുകളിൽ കുതിരക്കല്ലങ്ങാടി മുക്കിൽ ഉദയഗിരി തിരുമുടിയിൽ പൈനാവിൻ പെൺമണിയിൽ കല്ലാറിൻ നനപോലും കടവിൽ
കോട ഇറങ്ങാന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കേട്ടോ. കൊടൈക്കനാലൊക്കെ നമുക്കറിയാം തണുപ്പുള്ള സ്ഥലമാണ്. പക്ഷെ ഇവിടെ ഇത്രയും ഇങ്ങനെ ഈ ഒരു സന്ധ്യ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റാത്ത, റോഡ് കാണാൻ പറ്റാത്ത രീതിയിലാണ് കേട്ടോ കോട ഇറങ്ങുന്നത്. അവസാനം ഹസാഡൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ചിട്ടാണ് അവിടുന്ന് ആ ഒരു ചുരം ഇറങ്ങി കഴിയുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അമ്മയും അച്ഛനെയും നമ്മൾ വീട്ടിലിറക്കിയിട്ട് നമ്മൾ തിരിച്ച് നമ്മളുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഈ ഒരു ഗേറ്റ് തുറക്കുമ്പോഴേ എൻ്റെ ഹസ്ബൻഡ് പറയും, ഇവിടെ ടൂറ് തീർന്നിരിക്കുന്നു, ഇനി അടുത്ത ടൂർ എന്ന് പറയുന്നത് അടുത്ത വർഷം ഇതേ സമയം ആവാതിരിക്കട്ടെ, അതിന് മുന്നേ നമുക്കൊരു 10 ടൂറെങ്കിലും പോകാൻ പറ്റണം എന്നൊക്കെയാണ് കേട്ടോ എൻ്റെ പൊന്നു മുട്ടത്തലയും പറയുന്നത്. അപ്പോൾ അതാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സാധനങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അമ്മ എടുത്ത്, അതായത് ആ ചേട്ടൻ്റെ അമ്മയുടെ വീട്ടിലും കൂടെ കയറി. എന്താന്ന് വെച്ചാൽ നമ്മളുടെ തക്കുടു ഇല്ലേ, തക്കുടു ഇത്രയും ദിവസം അമ്മയുടെ അടുത്തായിരുന്നു കേട്ടോ. അവൻ്റെ അച്ചാച്ചനെയും അമ്മമ്മയും കാണാൻ ടൂറ് പോയ കണക്കാണ്, അതായത് നാട്ടിൽ പോയ കണക്കാണ് അവൻ ഇത്രയും ദിവസം അവിടെ അടിച്ചു പൊളിച്ചു കേട്ടോ. അങ്ങനെ അതാ എൻ്റെ കൂടെ വലിഞ്ഞു കയറി, എന്നെ കണ്ടത് വലിഞ്ഞിങ്ങി കയറി കേട്ടോ. എന്നിട്ട് അവളെ കുരുത്തക്കീടകളൊക്കെ തുടങ്ങുകയാണ്. അങ്ങനെ നമ്മളെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര നോട്ടിയാണ്, ഭയങ്കര സ്നേഹമുള്ളൊരു ഒരു കിളിയാണ് കേട്ടോ, ഒരു പക്ഷിയാണ് എൻ്റെ തക്കുടു. അപ്പോൾ ഇവൻ്റെ കോമണ്ണയും സൺകൊണൂർ എന്നാണ് കേട്ടോ. എനിക്ക് ഉമ്മ തരും, എല്ലാം തരും, എന്ത് പറഞ്ഞാലും അതേപോലെ കേൾക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണരുത്, മാക്സിമം സപ്പോർട്ട് തരണം കേട്ടോ. അപ്പം നമുക്ക് ഇതേപോലെയുള്ള പല പല യാത്രകളൊക്കെ ആയിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് ഇടാം കേട്ടോ. അതേപോലെ കേക്കിൻ്റെ വീഡിയോസും ഒക്കെ ഇടാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള വിശേഷം. നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.